ഇവിടെ ഒരു കുട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ഐസ്ക്രീം നശിപ്പിക്കുന്നു. സൂപ്പർ മാർക്കറ്റിലെ തറയിൽ ഫുൾ ഐസ്ക്രീം ആവുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റാഫ്സ് വന്ന് അവനെ തടയുന്നു. പക്ഷെ അവൻ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമാണെന്ന് അവർക്കറിയില്ല. കാരണം ഒരു ദിവസം രാത്രി ഇവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വിശപ്പ് തോന്നുന്നു. കിച്ചണിലേക്ക് വന്നവൻ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഷോക്ക് ആവുന്നു. കാരണം ഫ്രിഡ്ജിനകത്തിരുന്ന ഐസ്ക്രീം ജീവനുള്ളതുപോലെ മൂവ് ആവുന്നു. പെട്ടെന്ന് അച്ഛൻ അവിടേക്ക് വന്ന് ഈ സമയത്ത് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ അച്ഛനോട് അവൻ കണ്ട കാര്യം പറയുന്നു. അച്ഛൻ നോക്കുമ്പോൾ ഐസ്ക്രീം നോർമൽ ആയിരിക്കുന്നു. അച്ഛനുടനെ അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ഐസ്ക്രീം കഴിക്കാൻ എടുക്കുന്നത് കണ്ട് അത് ചീത്തയായെന്ന് പറഞ്ഞ് ഇവൻ തടയുന്നു. പക്ഷെ അമ്മ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു. എന്നിട്ട് ഒരു സ്പൂൺ ഐസ്ക്രീം ഇവന് നേരെ നീട്ടുന്നു. പക്ഷെ ഇവൻ വേണ്ടെന്ന് പറയുന്നു. ഉടനെ ചേട്ടൻ അത് വാങ്ങി കഴിക്കുന്നു. വൈകാതെ തന്നെ അവന്റെ ഫാമിലി ഐസ്ക്രീമിന് അഡിക്റ്റ് ആയി മാറുന്നു. അവർ വേറെ ഫുഡൊന്നും കഴിക്കാതെ ഐസ്ക്രീം മാത്രം കഴിക്കുന്നു. ഇവൻ വേണ്ടെന്ന് പറഞ്ഞ് ഓടിയപ്പോൾ അവന് ബലമായി പിടിച്ചുകൊണ്ട് വന്ന് കഴിക്കാൻ പറയുന്നു. അതുമായി തന്റെ റൂമിലേക്ക് വന്നവൻ ബാത്റൂമിൽ കയറി അത് മുഴുവൻ ക്ലോസറ്റിൽ തട്ടുന്നു. നോക്കുമ്പോൾ ആ ഐസ്ക്രീം അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവൻ ഉടനെ അതിനെ ഫ്ലഷ് ചെയ്തിട്ട് കപ്പിനകത്ത് ഷേവിംഗ് ഫോം നിറയ്ക്കുന്നു. എന്നിട്ട് ആ ഐസ്ക്രീം കഴിക്കുന്നത് പോലെ തന്റെ ഫാമിലിയെ പറ്റിക്കുന്നു. അച്ഛൻ അത് കണ്ടുപിടിച്ച് അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ പുറത്തേക്കിറങ്ങി ഓടുന്നു. അതുവഴി കാറിൽ വന്നൊരാൾ അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു.